Hi friends, welcome to Shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഈ തട്ടുകടയിലേക്ക് കിട്ടുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജ്ജി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ്. അപ്പോൾ കുറച്ച് ടിപ്സ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി. അപ്പോൾ ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ മാത്രമേ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് മുളക് ബജിയാണ്. ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട ഒരു ബജിയാണ് മുളക് ബജി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ നല്ല എരിവുള്ള മുളകൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു എരിവിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് കഴിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ എരിവ് കുറയ്ക്കാമെന്ന് കൂടി നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഈ മുളക് ഇപ്പോൾ കുറച്ച് ചെറിയ മുളകാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ചെറിയൊരു എരിവ് കൂടുതലായിട്ട് ഇതിന് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മുളകിൻ്റെ എരിവ് കുറയ്ക്കാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുളക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മുളകും കത്തി കൊണ്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല തിളച്ച ചൂട് വെള്ളമാണ്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട്. അങ്ങനെ ഒഴിച്ച് വെച്ച് 1 മിനിറ്റ് നമ്മളിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഈ മുളകിലുണ്ടാകുന്ന അധിക എരിവൊക്കെ ഒന്ന് പോയി കിട്ടും. നല്ല എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ ഒട്ടും എരിവില്ലാത്ത മുളകിലേക്കാണ് നമ്മളിതുപോലെ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ അത് തീരെ എരിവില്ലാത്തൊരു മുളകായിട്ട് മാറും. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ്. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു 1-2 മിനിറ്റ് മാത്രമേ വെള്ളത്തിലിട്ടിട്ടുള്ളൂ. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ വെള്ളം മാറ്റുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോ മുളകിലും വരഞ്ഞു കൊടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് വേണം അത് മാറ്റി വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബജി തയ്യാറാക്കുമ്പോൾ അതിനുള്ളിൽ വെള്ളം കാണും. അപ്പോൾ അത് മറക്കാതെ അതൊന്ന് നോക്കിയേക്കണം, അല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുളകിൻ്റെ അറ്റത്ത് തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സെൻറ്ററിൽ എങ്ങാനാണ് വരയുന്നതെങ്കിൽ ആ വെള്ളം മാറ്റാനായിട്ട് കുറച്ച് പാടുണ്ടാവും. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന മുളക് നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുളക് അതിലേക്ക് ഇടണം. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ആ വെള്ളം കംപ്ലീറ്റ് ഒന്ന് അരിച്ച് മാറ്റിയാൽ മതിയാവും. അപ്പോൾ ഇത് ഇത്രയും മതി. നമുക്കിനി പെട്ടെന്ന് തന്നെ ബാറ്ററി തയ്യാറാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഏത് ബജ്ജി തയ്യാറാക്കിയാലും ആ ബജ്ജിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിലാണ് ഇരിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 200 ഗ്രാം അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഈ കടലമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ പേസ്റ്റ് പോലെ ചേർക്കാൻ പാടുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് ജ്യൂസാക്കി മാത്രം ചേർത്താൽ മതിയാവും. അതല്ലാതെ ആ കൊത്തോടെ അങ്ങനെ ചേർക്കരുതെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ അതിലെവിടെയായിട്ട് ഇതുണ്ടാകും, നന്നായിട്ട് പൊങ്ങി വരെയില്ല. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലെ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. ഇത് ഇത്രയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അല്പമായിട്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് വേണം നമുക്കിത് കിട്ടേണ്ടത്. ബജി തയ്യാറാക്കുമ്പോൾ ഒരിക്കലും വെള്ളം കൂടി പോകരുത്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ്. അപ്പോൾ ഈ സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നത്. അപ്പോൾ തട്ടുകടയിലുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ എത്രത്തോളം കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഫുള്ള് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, ഒരു വിരൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ വിരൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫുള്ള് മാവും കോട്ട് ചെയ്ത് നിൽക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്ക് നല്ല ചൂട് ഓയിലിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊരല്പം കൂടുതൽ ഒഴിച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ പൊങ്ങി കിട്ടുന്നത്.
നമ്മളിപ്പോൾ ഈ മുളക് ബജ്ജി എന്നല്ല ഏത് ബജ്ജി തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ബാറ്റർ തയ്യാറാക്കിയാൽ മതിയാവും. ഇപ്പോൾ കത്തിരിക്കയാണെന്നുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങും വാഴയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കിനി വീട്ടിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.